പഠിപ്പിച്ച ചരിത്രം അവിടെ നിൽക്കട്ടെ, പ്രസംഗങ്ങളിൽ കേട്ട ചരിത്രം ഞാൻ പറയാം. ശശികല ടീച്ചറുടെ ഒരു പ്രസംഗം, ഒരൊറ്റ പ്രസംഗം ഞാൻ കേട്ടു. ആ പ്രസംഗം കേട്ട് അതിൽ ചരിത്ര സംബന്ധിയായി ചരിത്രാധ്യാപികയായ ശശികല ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട്. അതിലെ ഒരു വാചകം ഇന്ത്യയുടെ ദേശീയ പതാകയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: 3 കഷ്ണം തുന്നിക്കെട്ടിയ ഒരു തുണിയാണത്. കോൺഗ്രസ് ഇങ്ങനെ ഒരു ദേശീയ പതാക രൂപീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ആ പതാക നിർമ്മാണ സമിതിയിലെ എല്ലാ അംഗങ്ങളും ഭഗവദ്ധ്വജമാണ് ഇന്ത്യയുടെ ദേശീയ പതാകയായി വേണ്ടത് എന്ന് നിർദ്ദേശിച്ചിട്ടും അത് പൂർണ്ണമായും തള്ളി ഇങ്ങനെ 3 കഷ്ണം തുണി തുന്നിയ ഒരു പതാക ഉണ്ടാക്കുകയാണ് ചെയ്തത് എന്ന് പറയുന്നു. ഏത് ചരിത്ര വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് ടീച്ചർ അങ്ങനെ ഒരു നിലപാടെടുത്തത്? പതാക നിർണയ കമ്മിറ്റി ഉണ്ടായിരുന്നു, 7 അംഗങ്ങളുള്ള പതാക നിർണയ കമ്മിറ്റി ഉണ്ടായിരുന്നു. പതാക നിർണയ കമ്മിറ്റിയിൽ ഒരാൾ പോലും ഈ പതാകയെ, ഇത്തരം ഒരു പതാകയെ അവർ സജസ്റ്റ് ചെയ്തിട്ടില്ല. അവരെല്ലാവരും സജസ്റ്റ് ചെയ്തത് കാവി പതാക. ഞാൻ വിശദീകരിക്കട്ടെ. 1947 ജൂൺ 3 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി സ്വതന്ത്ര ഇന്ത്യക്ക് ഒരു ദേശീയ പതാക തീരുമാനിക്കാൻ ഒരു അഡ്ഹോക് സമിതിയെ വെക്കുന്നത്. ഓക്കെ, ആ പതാക സമിതിയുടെ അംഗങ്ങൾ ഇവരൊക്കെയാണ്: രാജേന്ദ്ര പ്രസാദ്, മൗലാന അബ്ദുൽ കലാം ആസാദ്, സരോജിനി നായിഡു, സി രാജഗോപാലാചാരി, കെ മുൻഷി, ബി ആർ അംബേദ്കർ. ഇവർ ഏകകണ്ഠമായാണ് ഈ ത്രിവർണ പതാക ശുപാർശ ചെയ്തത്. അല്ലാതെ ഒരാളും ഒരാളും ഭഗവദ്ധ്വജമാണ് ഇന്ത്യയുടെ പതാകയാവേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്നും നിലനിൽക്കുന്ന ഒരു സംവിധാനമുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇന്ന് സോണിയാഗാന്ധിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, നാളെ ഇത് രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇതുപോലെ അന്ന് ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിന്റെ അപ്പുറത്തേക്ക് അവിടെ ഒരു അഭിപ്രായം വരാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സാധ്യമല്ല. അവിടുത്തെ ചർച്ചകളിൽ എന്തോ പറഞ്ഞോട്ടെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കാര്യം അവിടുത്തെ ചർച്ചകളിൽ എന്ത് തന്നെ പറഞ്ഞാലും അല്ല, ചരിത്രാധ്യാപികയാണ്. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിൽ നടന്ന ചർച്ചകൾ രേഖകളാണ്. ആ രേഖകൾ അവരുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങളിൽ ഈ ദേശീയ പതാകയ്ക്ക് വേണ്ടിയുള്ള അഡ്ഹോക് സമിതിയിലെ